Good afternoon, sir. Yes, Anushanti, good afternoon. Lakshmi Mohan, good afternoon. Afternoon, sir. Yes, Hannah, good afternoon. Okay, Arabia, let us start. Live reaction. Let us start. Okay. Okay, Lakshmi. Okay, Anushanti. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, വളരെ നേരത്തെ ആരംഭിച്ച് ഇപ്പോഴുമുണ്ട്, ഭാവിയിലേക്ക് തുടരുകയും ചെയ്യുമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, ബീൻ, പിന്നെ വെർബ്, പിന്നെ ing. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. യെസ്, അപ്പൊ അതിന്റെ പോസിറ്റീവ് ടൈപ്പുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് ടൈപ്പുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഇനി നമ്മൾ വേണ്ടത് അതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ, ഇന്ററോഗേറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളാണ്. അപ്പൊ നമുക്കിവിടെ അറിയാം ഐ ഹാവ് ബീൻ ലിവിങ് പറയണം. അതിന്റെ അകത്ത് ആ ഹാവോ ഹാസോ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറി. യു ഹാവ് ബീൻ ലിവിങ് ദെയർ, അപ്പൊ അത് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഹാവ് യു ബീൻ ലിവിങ് ദെയർ, ഹാവ് യു ബീൻ. ഓക്കെ, ഷീ ഹാസ് ബീൻ റീഡിങ്, അപ്പൊ എന്ത് വരും? ഹാസ് ഷീ ബീൻ റീഡിങ്. അപ്പൊ എന്തായിട്ട് മാറുന്നു? ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. അപ്പൊ അത് ചോദ്യമാകാൻ വേണ്ടിയിട്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറും. ഓക്കെ, അങ്ങനെയുള്ള വാചകങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞ് ഹാസോ ഹാവോ ആദ്യം വരണം. ഹാസോ ഹാവോ ആദ്യം വരണം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ആണ്. ആ ഹാസ് അല്ലെങ്കിൽ ഹാവ് എടുത്ത് ആദ്യം ചെയ്യും. യെസ്, ഞാൻ ആരുടെ പേര് പറയുന്നത്? ഹാവ് യു ബീൻ കമ്മിങ്? ഓക്കെ അനുശാന്തി. ഹാസ് ഷീ ബീൻ വർക്കിംഗ്? ഓക്കെ ലക്ഷ്മി മോഹൻ, കറക്റ്റ് ആണ്. യെസ്, യെസ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസ് ഹി ബീൻ ഓർഗനൈസിംഗ് പ്രോഗ്രാം? ഓക്കെ മെഹ്റുന്നീസ, കറക്റ്റ് ആണ്. Has he been organizing program? ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഹാസ് ഷീ ബീൻ കുക്കിംഗ്? ഓക്കെ ഫാത്തിമ, കറക്റ്റ് ആണ്. ഹാസ് ഷീ ബീൻ കുക്കിംഗ്? യെസ്, അപ്പൊ ഇനി അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ഒരു ടെൻസിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള ടെൻസിന്റെ പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ആ പ്രസന്റ് എന്നുള്ളത് മാറ്റിയിട്ട് പാസ്റ്റ് എന്നാക്കണം.
പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ടെൻസിലുള്ള വാചകം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ അകത്ത് നേരത്തെ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറഞ്ഞതിന് പകരം ഹാഡ് പറഞ്ഞാൽ കറക്റ്റായി. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാഡ് കഴിഞ്ഞ് പിന്നെ ബീൻ പിന്നെ വെർബ് ing. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറും. സബ്ജക്റ്റ് ഹാഡ് ബീൻ വെർബ് ing. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോ എറണാകുളത്ത് 2015 മുതൽ ഞാൻ താമസിക്കുകയാണ്. ഐ ഹാവ് ബീൻ ലിവിംഗ് അറ്റ് എറണാകുളം സിൻസ് 2015. ഐ ഹാവ് ബീൻ ലിവിംഗ് അറ്റ് എറണാകുളം സിൻസ് 2015. അപ്പൊ 2015 മുതൽ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഇപ്പോഴും ഞാൻ എറണാകുളത്ത് തന്നെയാണ്, നാളെയും ഞാൻ എറണാകുളത്ത് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഹാഡ് വരുമ്പോൾ നേരത്തെ അവിടെയായിരുന്നു, ഇപ്പോഴവിടെയല്ല. മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ KCB എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് KCB-യിലാണ് ജോലി ചെയ്തിരുന്നത്, ഇപ്പൊ ഞാൻ വേറെ സ്ഥലത്താണ്. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ SBI. മുമ്പ് ഞാൻ SBI-യിലായിരുന്നു, ഇപ്പൊ ഞാൻ വേറെ. ഹാഡ് ബീൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴില്ല. യെസ്. ഇപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മുടെ അതിന്റെ എക്സാമ്പിളിലേക്ക് കടന്നു കഴിഞ്ഞാല് ദേ സബ്ജക്റ്റ് പറഞ്ഞു ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ KCB. They had been working in KCB. I had been waiting for you. They had been reading a book. Yes. അങ്ങനെ നേരത്തെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പറഞ്ഞതിന് പകരമായിട്ട് ഹാഡ് പറയുക. അതുകൊണ്ട് യെസ്, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വാചകങ്ങൾ പറഞ്ഞിട്ട് സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ബീൻ വേണം, വെർബിന്റെ പാസ്റ്റ് കൂടെ ing വേണം. സബ്ജക്റ്റ് ഹാഡ് ബീൻ വെർബ് പ്ലസ് ing. യെസ്, പറഞ്ഞോളൂ. ലക്ഷ്മി പറയുന്നു ദേ ഹാഡ് ബീൻ. ലക്ഷ്മി അല്ലാത്ത ing ചേർത്തില്ല കേട്ടോ. ദേ ഹാഡ് ബീൻ ഈറ്റിംഗ് എന്നാക്കാം. ദേ ഹാഡ് ബീൻ ഈറ്റിംഗ്. They had been eating. She had been arguing with me. Okay, correct. Mehrunisa, correct. She had been arguing with me. They had been dancing. Okay. Lakshmi, correct. They had been dancing. He had been working in the company. Okay, Fatima, correct. He had been working in the company. You had been going on well. Okay, very good. And you had been going on well. Go on means continue. Yes. He had been listening to me. Okay, Sringa. I had been interacting. Okay, Mehrunisa. I had been interacting. Yes. Yes. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഇതിന്റെ കൂടെ
she had been coming to hospital. And they had been playing cricket. Okay, Sundar? ശരിയാണ്. അപ്പൊ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പിന്നെ വെർബ് IH. ഇനി നമ്മൾ ഇതേ വാചകത്തിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് ഇറങ്ങിയ നെഗറ്റീവ് വാചകങ്ങളിലേക്ക്. അപ്പൊ ആ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് ചേർക്കുമ്പോൾ ആ നോട്ട് ഹാഡ് കഴിഞ്ഞതിന് ശേഷം ചേർക്കുക. യു ഹാഡ് നോട്ട് ബീൻ വർക്കിംഗ്, ഷീ ഹാഡ് നോട്ട് ബീൻ ഇന്ററാക്ടിങ്, they had not been arguing. Yes. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് വാചകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് ചേർക്കേണ്ട എവിടെയാണ്? ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർക്കുക. ഓക്കെ, അങ്ങനെയുള്ള വാചകങ്ങൾ എന്ന് പറഞ്ഞു. He had not been cooking, she had not been coming to my house, they had not been singing song. Okay, Srishma and Shanti. Yes. Srija പറയുന്നു she had not been working. Okay, correct ആണ്. അജുമല she had not been driving, she had not വിജയകുമാർ not been reading, they had not been singing. Correct ആണ്. they had not been singing. Correct. He had not been giving me. Okay, Nishanti, giving me the present. You had not been reaching the destination. Okay, Mahrunisa. Yes, അപ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ചുമാണ് നമ്മൾ നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ആരാണ്? ലക്ഷ്മി മോഹൻ. ലക്ഷ്മി മോഹൻ ഒരു 3 സെന്റൻസ് പറയണം. അത് ലക്ഷ്മി മോഹനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? My name is Lakshmi. അല്ലല്ല, ഞാൻ വരട്ടെ. ഓക്കെ ഞാൻ വരട്ടെ. യെസ്. അപ്പൊ ആദ്യം പറയേണ്ടത് പേര് പറയും. എന്റെ പേര് എന്താണ്? മൈ നെയിം ഈസ് ലക്ഷ്മി മോഹൻ. ഇനി രണ്ടാമത് പറയേണ്ടത് ഏതൊക്കെ സ്കൂളുകളിലാണ് പഠിച്ചത്, ഏതൊക്കെ സ്കൂളുകളിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൈമറി ഇന്ന സ്ഥലത്തായിരിക്കാം, UP സെക്ഷൻ വേറെ സ്ഥലത്തായിരിക്കാം, SSLC വേറെ, ഹൈസ്കൂൾ സെക്ഷൻ വേറെ ആയിരിക്കും. അപ്പോൾ മൈ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റ് ആൽബർട്ട്സ് LP സ്കൂൾ. ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞതിന് ശേഷം ഐ സ്റ്റഡീഡ്, സ്കൂളിന്റെ പേര് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പഠിച്ച സ്കൂളിന്റെ പേര്. യെസ്. അല്ലെങ്കിൽ ഫസ്റ്റ് ഐ സ്റ്റഡീഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിച്ച സ്കൂള്, നെക്സ്റ്റ് ഐ സ്റ്റഡീഡ് ഇൻ എന്ന് പറഞ്ഞ അതിനുശേഷം പഠിച്ച സ്കൂള്, ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂള് കഴിഞ്ഞതിന് ശേഷം +2 പഠിച്ചിട്ടുണ്ടാവും. ഐ സ്റ്റഡീഡ് മൈ +2 എക്സാമിനേഷൻ. ഐ സ്റ്റഡീഡ് +2. ഏത് സ്ഥലത്താണോ പഠിച്ചത് ആ സ്കൂളിന്റെ പേര് പറയാം. ഇനി അതിനുശേഷം വേറെ എന്തെങ്കിലും പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കൂടി പറയാം. അപ്പൊ ഇന്ന് നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങളുടെ പേര്, നിങ്ങൾ പഠിച്ച കോഴ്സുകൾ, ഇതാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കുക. മൈ നെയിം ഈസ് ലക്ഷ്മി മോഹൻ. ഫസ്റ്റ് ഐ സ്റ്റഡീഡ്, സെക്കൻഡ്, നെക്സ്റ്റ്, അങ്ങനെ ലാസ്റ്റ് വേണമെങ്കിൽ പറയാം. ഫൈനലി
അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് അല്ലെങ്കിൽ now I am studying hospital administration course smart creative consultancy. Yes. ഒരു ബയോഗ്രഫിയാണ് നമ്മൾ പറയുന്നത്. ഓരോരുത്തരും നിങ്ങൾ പഠിച്ച സ്കൂൾ ഓർക്കുക. യെസ്. ആ സ്കൂളിന്റെ പേര് ഓർക്കുക. യെസ്. അതിനുശേഷം പ്ലസ് ടു പഠിച്ച സ്കൂളിന്റെ പേര് ഓർക്കുക. യെസ്. അതിനുശേഷം ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കുക. പിന്നെ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഓർക്കുക. അപ്പൊ ലക്ഷ്മി മോഹൻ ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ചു. My name is Lashmi Mohan. I am studied in my LP school in government LP school Iruvinallur, Yes. Kottayam. Next, my UP education is done from St. Thomas UP school Iruvinallur. Yes. After that, my high school education is from NSS High School Chingavanam. Yes. After that, my plus 2 education is done from Government Boys Higher Secondary School Pudupalli. Yes. After that, my degree completed from Cooperative College Kottayam. Okay. And after that, I studied PSC coaching and Tally from Kottayam. Yes. Finally, I studied hospital administration course. വെരി ഗുഡ് ലക്ഷ്മി വളരെ രസകരമായിട്ട് പറഞ്ഞു. ഓക്കെ ഞാൻ മനസ്സിൽ എന്താണ് വിചാരിച്ചത് അതുപോലെ കൃത്യപോലെ പറഞ്ഞു. യെസ്. ഓക്കെ യെസ്. അപ്പോ ഓരോരുത്തർക്ക് പറയാട്ടോ, നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോ ഇന്നാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കത് പറയാം. അപ്പൊ ഐശ്വര്യമായിട്ട് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവി രാജ്, വൈഷ്ണവി ആർ യു റെഡി? വൈഷ്ണവി യെസ്, വൈഷ്ണവി റെഡി ആവുമെന്ന് വിചാരിക്കാം. ഫാത്തിമ, വേറെ ഒന്നും ഇതിനകത്തില്ലല്ലോ, നിങ്ങൾ പഠിച്ച സ്കൂളിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഫാത്തിമ ഷഫനാസ്. യെസ്. ഓക്കെ വൈഷ്ണവിക്ക് ഫിസിക്കൽ കണ്ടീഷനാണ്. ഓക്കെ ഷിഫാന യെസ്. ഹന്ന ഇവിടെ 4 പേരെ വിളിച്ചിട്ട് ആരും വന്നില്ലല്ലോ. അനുഷാന്തി വരുമെന്ന് എനിക്കറിയാം. Yes. My name is Anu Sandy. My first LP school studied in St. Anthony's LP School, Kizhakkambalam. Then second, I studied high school 5 to 9 school in St. Joseph High School, Kizhakkambalam. Okay. Then my 10th, I will completed Kuttipura. Yes. Kristuraja High School in Kuttipura. Yes. Then my high secondary school plus 1 plus 2 I will studied St. Mary's School in Morakala. Where? St. Mary's High Secondary School. Where? Morakala. Then my lab technician course I will completed Sandom School in Muvatupura. Lab technician. Okay. Yes. Now I study in hospital administration, sir. Yes. Very good. Okay, Anushanti. Very good. Thank you, sir. Srishma.
Hello, sir. പറഞ്ഞോളൂ ശ്രീഷ്മ. ശ്രീഷ്മയെ കുറിച്ചൊരു വിവരം എല്ലാവരും അറിയട്ടെ. My name is Srishma. Yes. I have studied LPUP section from Panambad School. Yes. Next, I have completed my higher secondary Yes. from Varanjeri School. Yes. Then കട്ടായി പോകുന്നു ശ്രീഷ്മ. hello. റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടോ? Sir, ഫോണിന് സൗണ്ടിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഇത് ക്ലിയർ ആയി. ഇത് ക്ലിയർ ആണ്. ഇതേപോലെ തന്നെ പറഞ്ഞാൽ മതി. After that, I have completed my higher secondary. Finally, I have been studying. Hospital administration. Hospital administration. Okay, ശ്രീഷ്മ. സൗണ്ടിന്റെ ചെറിയ ഇതിൽ കട്ടായി പോകുന്നുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ശ്രീഷ്മ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശൃംഗ. Thank you, sir. ശൃംഗ പൊന്നു. ശൃംഗ വരുന്നതായിരുന്നല്ലോ. യെസ്, ശൃംഗ വരുന്നതായിരിക്കാം. യെസ്, റീജ തോമസ്. Hello, sir. Yes, hello. പറഞ്ഞോളൂ. My name is Rija. I am studied in 1 to 12 standard, completed NSS HSS Thadiyur. After that, degree completed St. Thomas College of Parakithanam. After that, GST accountant assistant in Vinyaramudu. Yes. Now I am studied in hospital administration in Smart Sri. Yes. Okay, Rija. Very good, very good. Ajumala, Tasneem. Ajumala. Yes. Anumol K. Anumol. Yes. My name is Anil. I am studied LPG high school section in GHS Kaidaram. Yes. After the SSLC, I joined to the Padium Higher Secondary School in Chennai. So +1 and +2. Then I entered to the Mother College for my degree. Yes. Lastly, I study now hospital administration course in Smart City. Okay, very good. Yes, okay, very good. Afila. Yes, okay. Yes. അപ്പോ നമ്മുടെ സ്ഥിരം പറയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും കാണാനില്ല. ഓക്കെ. യെസ്. അപ്പൊ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം കൊടുക്കാനാണ് പറഞ്ഞത്. അത് വേറെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. വിജയകുമാർ ആർ, ആർ യു റെഡി? വിജയകുമാർ ആർ? യെസ്, റെഡി ആയിട്ട് വരുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിന്ന് നോക്കിയത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ പറഞ്ഞത് ദ ബയോഗ്രഫി ഓഫ് ഈച്ച് പേഴ്സൺ. നമ്മൾ ഓരോരുത്തരുടെ കുറിച്ചുള്ള ചെറിയൊരു ബയോഡേറ്റ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.
Yes. Anushanti. Anushanti. Anushanti Goya. Yes. Sangapanu. Yes. Then the Arambagate. Lakshmi Mohan. Sir. Okay. ഞാനേ കുറച്ച് മലയാളം വേർഡുകൾ പറയും. പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞാൽ മതി. ലക്ഷ്മി കുട്ടികളുമായിട്ട് ഇങ്ങനെ കടപ്പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോ ആ പിള്ളേര് കൈമേൽ പിടുത്തമൊക്കെ വിട്ടിട്ട് ഓടുന്നത് കണ്ടപ്പോ അവരോട് പറയുകയാണ് ഓട്ടം നിർത്തുക. ഇംഗ്ലീഷിൽ പറഞ്ഞ ഞാൻ പറയുന്നതിന്റെ ഇംഗ്ലീഷിൽ ഓട്ടം നിർത്തുക. Stop running. Okay, stop running. Correct. Okay. ചെറിയ വാചകങ്ങളാണ് ഞാൻ. Stop. One more. Yes. അപ്പോ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ ചെന്ന് വേറൊരു ആളുടെ നേരത്തെ മുട്ടി. അപ്പൊ മകനോട് പറയണം, മാപ്പ് പറയും. Sorry. ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ പറ്റും. ഒന്നുകൂടെ പറയാ സാറേ. അപ്പൊ മകൻ ചെന്ന് വേറെ ഒരാളുടെ ദേഹത്ത് നിന്ന് മുട്ടി. മകനോട് പറയാണ് സോറി പറയുക, മാപ്പ് പറയൂ. Say sorry. Say sorry എന്ന് പറയണം. വേറെ ആളോട് പറയുമ്പോ say sorry എന്ന് പറയും. വെരി ഗുഡ്. യെസ്. അപ്പോ ലക്ഷ്മി ഉൾപ്പെടെ കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ അയാളിൽ ഒരാളുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോ ഒരു താല്പര്യക്കേട് തോന്നി. അയാളോട് ലക്ഷ്മി പറയുകയാണ് സത്യസന്ധത പുലർത്തുക. Keep. സത്യസന്ധത. Honest. Keep honest. Okay. അപ്പൊ അതിനേക്കാളും നല്ലത് ആ കീപ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമുക്ക് ബി എന്ന് പറഞ്ഞ പേര് ചേർത്താൽ മതി. Be honest. കീപ് ഓണസ്റ്റ് എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ വേറെ കുറച്ചുകൂടി ചുരുക്കി പറയാം. ബി ഓണസ്റ്റ്. Okay. കൂടി നിങ്ങളൊരു 10 പേര് കൂടി എവിടെയെങ്കിലും പോകാനായിട്ട് തീരുമാനിച്ചു. 9 പേരും എത്തി, ഒരാളെത്തിയില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ആ 10ാമത്തെ ആള് സാവകാശം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാളോട് മാത്രമായിട്ട് ലക്ഷ്മി പറയണം കൃത്യസമയത്ത് എത്തുക. ഇനിയും പരിപാടികളുണ്ടല്ലോ, അവിടെയും ഇതിനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പങ്ക്ച്വൽ. കുറച്ചുകൂടി വേറൊരു വേർഡ് പറയാൻ പറ്റും. Be punctual. ഓക്കെ. അപ്പൊ കൃത്യമായിരിക്കുക, അത് കറക്റ്റാണ്. വേറൊരു വാക്കുകൂടി ഞാൻ പറയുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം ബി ഓൺ ടൈം. ബി ഓൺ ടൈം, കൃത്യസമയത്ത് എത്തുക. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈം. ബി ഓൺ ടൈം, ബിയോണ്ട് അല്ല, ബി ഓൺ ടൈം. ഓക്കെ. ഓരോട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കും. യെസ്. അപ്പൊ അയാളോട് തന്നെ വേറൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മര്യാദ പാലിക്കുക. Keep. മര്യാദ. കീപ്പ് മര്യാദ അല്ലേ? യെസ്. പൊളൈറ്റ് എന്ന് പറയാം. കീപ് പൊളൈറ്റ്. ആ കീപ് പൊളൈറ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ സത്യസന്ധത പുലർത്തുക എന്നുള്ള സ്ഥലത്ത് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന വേർഡ് പറയും. പൊളൈറ്റ്. മര്യാദ പാലിക്കുക. ബി
polite. Polite. Okay, Lakshmi. Very good, very good, very good, very good. Okay, very good. Animal K. Animal K. Okay, animal. ഞാൻ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണേ. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോ അനുമോളുടെ വീട്ടില് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ബഹളം ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് അനുമോള് പറയുന്നുണ്ട് മിണ്ടാതിരിക്കൂ. മിണ്ടാതിരിക്കൂ. സൈലൻസ് എന്ന് പറയാം, കീപ് ക്വൈറ്റ് എന്ന് പറയാം. ഓക്കെ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ കുറച്ച് കുട്ടികള് അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ അനുമോളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അതില് ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു ടോയിനെ വളരെ കൗതുകത്തോടെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അനുമോള് പറയാണ് എടുത്തോളൂ. ആ കുട്ടിയുടെ ടേക്ക് ഇറ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. ടേക്ക് ഇറ്റ്, എടുത്തോളൂ. ടേക്ക് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. പോയിരിക്കുന്നത് കടപ്പുറത്താണ്. അപ്പൊ കൈയൊക്കെ പിടിച്ച് അവർ ഓടിക്കഴിഞ്ഞ സമയത്ത് അവരോട് പറയുന്നു എന്റെ കൈ പിടിക്കുക. എന്റെ കൈ പിടിക്കുക. എന്റെ കൈ പിടിക്കുക. എന്റെ കൈ പിടിക്കുക. പിടിക്കുക എന്നുള്ളതിന് നമുക്ക് ഹോൾഡ് എന്ന് പറയും. ഹോൾഡ് മൈ ഹാൻഡ് അങ്ങനെ പറയാം. ഹോൾഡ് മൈ ഹാൻഡ്, എന്റെ കൈ പിടിക്കുക എന്നുള്ളതിന് ഹോൾഡ് മൈ ഹാൻഡ്. യെസ്. അപ്പൊ കുറച്ചു പേരൊക്കെ കൂടി ഒരു പദ്ധതിയൊക്കെ റെഡിയാക്കി. സംഗതി വർക്കൗട്ടായില്ല. വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവരോട് എല്ലാവരോടും ഒരു ആത്മകഥം പോലെ അനുമോള് പറയാണ് വീണ്ടും എന്ത്. നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് അല്ലേ? ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി പറയാൻ പറ്റുമോ? What again എന്ന് പറയാം. What again? Okay. ശരി. അനുഷാന്തി. യെസ്. ശൃംഗ. യെസ്. ഹലോ സർ. ഓക്കെ ശൃംഗ, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയില്ലല്ലോ. യെസ്. മക്കള് വരുന്ന സമയം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. വണ്ടി വരുന്നിടത്ത്. ഓക്കെ. അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് നമ്മൾ സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ആ വാക്കിന്റെ ചുരുങ്ങിയ മലയാളം ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറച്ച് ശൃംഖല വീട്ടിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ അവരോട് പറയണം മുകളിലേക്ക് പോവുക. ഇംഗ്ലീഷിൽ പറഞ്ഞു. മുകളിലേക്ക് പോകുക. മുകളിലേക്ക് പോവുക. Go upstairs. അപ്പൊ അതിൽ പോയ ഒരു കുട്ടിയോട് പറയണേ ഇവിടേക്ക് നോക്കൂ. See here. Look here എന്ന് പറഞ്ഞാൽ Look here. Here. ഇവിടേക്ക് നോക്കൂ. Yes, look here. Okay. അടുത്തത് ഒരാളുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോ, അത് ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞപ്പോ
ആ ആളോട് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. 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 Rightly behave to your friends. ഓക്കെ ചുരുക്കി പറയാം. നമുക്ക് എപ്പോഴും കോംപ്രഹെൻഷൻ വേണ്ടത്. ചെറിയ കുറച്ചുകൂടി ചുരുക്കി പറയാൻ പറ്റുന്നത് വേറൊരു വേർഡ് ബി മീൻസ് ആയിരിക്കുക. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. അതിന്റെ അർത്ഥങ്ങൾ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുന്നതാണ്. ബി നൈസ് ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ അത്രയും മതി. അപ്പൊ ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു, ലക്ഷ്മിയോട് ചോദിച്ചു, ശൃംഖലയോട് ചോദിച്ചു, അനുമോളോട് ചോദിച്ചു. യെസ്, അപ്പൊ ഇതിങ്ങനെ പറയരുത്, നിങ്ങൾ ചെറിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. ഇനി നിങ്ങളോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒരു വൗവൽ സൗണ്ട് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ AEIOU എന്ന് പറയുന്ന വേർഡിൽ തുടങ്ങുന്നതായിരിക്കണം നിങ്ങളുടെ ആൻസർ. AEIOU വൗവൽ സൗണ്ടിൽ ആരംഭിക്കുന്നത് ആയിരിക്കണം നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ. അതിലേക്ക് A ആയിരിക്കണം, E ആയിരിക്കണം, I ആയിരിക്കണം, OU. കിട്ടിയല്ലോ? അറിയോക്കെ? യെസ്. ചോദ്യം ഇതാണ്, the planet in the solar system. The planet in the solar system. Earth. Fatima, Vaishnavi, Srishma. Fatima, Vaishnavi and Srishma. Correct. Earth പറയാം, അല്ലെങ്കിൽ യുറാനസ് പറയാം, എല്ലാം പറയാം. അപ്പൊ വൈഷ്ണവിക്കും ഫാത്തിമക്കും ശ്രീഷ്മയ്ക്കും ഞാൻ ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, the fruit which is also known as by its color. ശൃംഗ, ശ്രീഷ്മ, ഫാത്തിമ. ശൃംഗ, ശ്രീഷ്മ and Fatima. Correct answer ആണ്. That fruit is orange. Next question. Opposite of out. Fatima, Anmol, Ajmala. Fatima, Anmol, Ajmala. ഓക്കെ, കറക്റ്റ് ആൻസർ. ഞാൻ രേഖപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഞാനും കൂടി സാറേ എന്ന് പറഞ്ഞോളണം കേട്ടോ. അടുത്തത്, സംതിങ് that keeps the doctor away.
Something that keeps the doctor away. Fatima. Lashmi. Srishma. Fatima. Lashmi ആയിട്ട് വന്നിട്ടില്ല അല്ലേ? ലക്ഷ്മി ആൻഡ് ശ്രീഷ്മ. കറക്റ്റ് ആൻസർ ആണ്, ആപ്പിൾ ആണ്. ആപ്പിളുമായി ബന്ധപ്പെട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്. An apple a day keeps the doctor away. അത് തന്നെ ഒന്ന് മാറ്റിയിട്ടതാണത് കേട്ടോ. ഏത് ഫ്രൂട്ടാണെന്നുള്ളത്. The largest land animal. The largest land animal. Animal. Shringa. Fatima. Animal. Shringa and Fatima. Srishma. Okay, Srishma. Yes. The answer is correct. Very simple. ചോദിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ചോദിച്ചു മാത്രം. ഞാൻ പറയുന്ന വേർഡിന്റെ പകരമുള്ള വാക്ക് നിങ്ങൾ പറയണം. Another word for being sick. SICK. Another word for being sick. Sri Lakshmi, Lakshmi, Sringa. Sri Lakshmi. Sri Lakshmi, Lakshmi എന്താണ്? ആണോ? ശ്രീലക്ഷ്മിയാണ് ശ്രീഷേന. ശ്രീലക്ഷ്മി, ശൃംഗ. ശ്രീഷ്മയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോറി. Yes. Okay. Another word for being sick, that is called ill. Correct answer. അടുത്തത് opposite of external. Opposite of external. Anumol, Vaishnavi, Sringa. Anumol, Vaishnavi, Sringa, Lakshmi. Okay. Yes. Okay. പെട്ടെന്ന് വന്ന് പോണോണ്ടാണ് കാണാൻ ചെറിയ അപാകത വേണ്ടത്. അടുത്തത് and oval shaped, OVA, an oval shaped object obtained from a bird. Fatima, Sringa, Srishma. Fatima, Sringa and Srishma. Correct answer. The answer is egg. EGG, egg. A small house made of ice. ICE, ice. Sringa, Fatima, Srishma. Sringa, Fatima, Srishma. Correct answer. Ice കൊണ്ടുണ്ടാക്കുന്ന വീട്, അതിനെ പറയുന്ന പേര് എന്താണ്? ഇഗ്ലൂ. യെസ്, correct answer. അടുത്ത വാക്യം സിമ്പിൾ ആണ്, ഞാൻ ചോദിച്ചേക്കാം. ഓപ്പോസിറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. Opposite of questions. Lakshmi, Vaishnavi, Srishma. Lakshmi, Vaishnavi and Srishma. Yes. And answers now. Okay. அடுத்தது a liquid used for writing. A liquid. Sri Lakshmi, Mohan, Fatima, Srishma. Lakshmi, Fatima and Srishma. Yes, Ajumale. Okay. Yes, that is called ink. Okay. Another something
useful in rain, RAI. Sri Lakshmi, Fatima, Sri Lakshmi, Fatima, okay. Lakshmi Mohan, Lakshmi. Sri Lakshmi Mohan. Okay. Sheri. Okay. Srishma. Very good. Okay. Arjun. A bird that hunts at night. A bird that hunts at night. Sringa, Ajumala, Fatima. Sringa, Ajumala, and Fatima. Correct answer. All. OWN. And Molada. Yes. Okay. 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 Ajumala. Yes. A bird known, KNOWN, known for its high flight. A bird known for its high flight. Animal, Fatima, Sringa. Animal, Fatima, and Sringa. Okay. Correct answer. The answer is eagle. அடுத்தது opposite of down. Opposite of down. Lakshmi, Sringa, Ajumala. Lakshmi, Sringa, Ajumala, Srishma. Okay. Correct. Yes. ഇനി ഞാൻ പറയുന്നത് AAUU അല്ല. ഞാൻ കുറച്ച് സംഗതിയുടെ പേര് പറയും. അതിന് മൊത്തം പറയുന്ന പേരെന്താണെന്ന്, അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് പറയുന്നത്, കാറ്റഗറിയിലാണ് വരുന്നതെന്ന് പറയണം. എക്സാമ്പിൾ പറയാം. ടേബിൾ, ചെയർ, ബെഞ്ച്, ഡെസ്ക്. ഞാൻ പറയും അത് നിങ്ങളത് പറയും ഫർണിച്ചർ അല്ലേ. അതാണ് ഒരു ഐഡിയ പറഞ്ഞതാണ്. അത് ചോദ്യമല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ. ചോദ്യം ഇതാണ്. ഷാർക്ക്, SHARK, ഷാർക്ക്, ഡോൾഫിൻ, വെയിൽ, WHALE, വെയിൽ. വേറൊരു പേര് കൂടി പറയും. മറൈനല്ല, ഓഷ്യനല്ല. ഫിഷിന് മുന്നിലൊരു വാക്കുകൂടി ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ചത്. ഓക്കെ. ശൃംഗ, വൈഷ്ണവി, അജുമല. ശൃംഗ, വൈഷ്ണവി, അജുമല. ഓക്കെ. സീ ഫിഷ് എന്ന് പറയാം, അല്ലെങ്കിൽ സീ അനിമൽസ് എന്ന് പറയാം. സീ ഫിഷ് ഓർ സീ അനിമൽസ്. അടുത്തത് ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, റോളർ ബ്ലേഡ്സ്. ഓക്കെ. ബൈസിക്കിൾ, സ്കേറ്റ് ബോർഡ്, വെഹിക്കിൾ അല്ല. അത് നമുക്ക് സ്കേറ്റ് ബോർഡിനൊക്കെ വെഹിക്കിൾ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ കൂടി ഉള്ള ഒരു ഐറ്റം ഉണ്ട്. മോട്ടോർ വെഹിക്കിൾ അല്ല, ടൂ വീലർ അല്ല. ഇതൊക്കെ ഒരു മത്സര ഇനമായിട്ടാണ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ മതി.
Where made all these are okay. All these are sports. Okay. Srishma. Srishma മാത്രമേ അല്ലേ? Yes. Srishma Ajumala. Srishma Ajumala. Okay. Srishma and Ajumala. Okay. ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുകയല്ല. ചോദ്യം തീർന്നിട്ടില്ല. പിന്നെ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അപ്പോ എല്ലാവരുടെയും സജീവമായ ഇൻവോൾവ്മെന്റ് ഉണ്ടായി. ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റുകൾ ഞാൻ വായിക്കാം. ചിലപ്പോൾ ഒരു പോയിന്റൊക്കെ അങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം. വൈഷ്ണവിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 4 പോയിന്റ്. അനുമോളിന് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. അജ്മലക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ്. ലക്ഷ്മിക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ഓക്കെ. യെസ്. അടുത്തത് ശൃംഗക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ് ശൃംഗക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഫാത്തിമയ്ക്കും 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 10 പോയിന്റ് കിട്ടി. അടുത്തത് ശ്രീഷ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. 13 പോയിന്റ് ശ്രീഷ്മ കിട്ടിയിട്ടുണ്ട്. 13 പോയിന്റ് ശ്രീഷ്മ കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ പോയിന്റ് കിട്ടിയവർക്കും കൂടുതൽ പോയിന്റ് കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറയാം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. Thank you, sir.